നമ്മൾ വരുന്നുണ്ടെങ്കിൽ റൂം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2000 മുതൽ. അപ്പോൾ നമ്മൾ സ്ഥലത്തിരുന്ന് കേട്ടോ. ഇതാണ് കയറിയിട്ടുണ്ടല്ലോ. എത്തി മോനെ സ്ഥലം എന്ന് പറയാനായിട്ടില്ല. അവിടെ കാണുന്നു ഈ ഒരു സൈഡ് കേട്ടോ. അതാണ് കർണാടക എന്ന് പറയുന്നത്. ആ ഒരു ബോർഡറും കാര്യങ്ങളുള്ള ആ മല. ഹായ് ഓൾ തെരപ്പര മലൂസ്. അപ്പോൾ നമ്മൾ 7:30 കൊണ്ട് കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ബാക്കി ആ ടൈം തന്നെയാണ് നമ്മൾ ഇതും കൂടി ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ പൈതൽ മലയും കൂടി ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചു. പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്കൊരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ഒരു ലെവലിലേക്ക് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ബാക്കിൽ ഇപ്പോൾ കോറയിലൊന്നുമല്ല കേട്ടോ. ബാക്കിൽ ഈ പാറയും ഇതൊന്നും കണ്ടിട്ടൊന്നും നോക്കണ്ടേ. ഇത് റോഡാണ്. നമ്മളെ പൈതൽ മലയ്ക്ക് പോകുന്ന റോഡിൽ ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നതാണ്. ഈ കലുങ്കിൻ്റെ അതിൻ്റെ ഇതിനെല്ലാം വർക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും സാനോജും കൂടി ഇടുന്ന നല്ല എന്തോ നിരീക്ഷിക്കുന്നുണ്ട് താഴോട്ട് നോക്കിയിട്ട്. കേട്ടോ പൈതൽ മലയുടെ ടോപ്പാണ് ആ കാണുന്നത്. നമ്മൾ ഈ കാണുന്നില്ലേ ഇതാ, അതാണ് പൈതൽ മല എന്ന് പറയുന്ന സ്ഥലം. എത്രയോ ഹൈറ്റ്, എത്രയാടാ? 3500 3600 മറ്റൊന്നല്ല, അത്ര ഹൈറ്റിലാണ് സാധനം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഓക്കെ. പിന്നെ എല്ലാവരും പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും എല്ലാ ഇതിലും പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിലേക്ക് വെച്ച് പറഞ്ഞത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അവിടെ എന്തെങ്കിലും ബോർഡും കാര്യങ്ങളും ഇല്ലാണ്ട് കൂടാ. അപ്പോൾ ഓക്കെ, എന്താണ് ഓക്കെ അല്ല? അപ്പോൾ എല്ലാവരും ചാടി ചാടി നോക്കാം. ഓക്കെ. അടിപൊളി സീനറി കേട്ടോ. മലകൾ, 1 മല 2 മല 3. ഈ മലേൻ്റെ ആ കാണുന്ന മലേൻ്റെ മുകളിലെത്തണ്ട കേട്ടോ. പൈതൽ മല അതാണ്. അപ്പം അങ്ങനെ മലകളും നല്ല കാറ്റുണ്ട് കേട്ടോ. തണുത്ത കാറ്റ് ഇപ്പോൾ ഉണ്ട്. ചൂടൊന്നുമില്ല, ഒന്നും അറിയുന്നില്ല. നമുക്കിപ്പോൾ നല്ലൊരു സെറ്റപ്പ് സംഭവം തന്നെയാണ്. ഇവിടത്തേക്ക് KSRTC ബസ് സർവീസ് ഉണ്ട് കേട്ടോ. KSRTC ബസ് സർവീസ് താഴേക്ക് ഉണ്ട്. ഇവിടുന്ന് ഇനി ഒരു 60 കിലോമീറ്റർ മാത്രമേ വീരാജ്പേട്ടൊക്കെ ഉള്ളൂ. അതായത് കർണാടക. അത് മുന്നേ കുടിയാമല വന്നിട്ടുണ്ടോ? വീട് വന്നിട്ടുണ്ടോ? പൈതൽ മല വന്നിട്ടുണ്ടോ? വന്നിട്ടാ? ഞാനും ഒരിക്കലും വന്നിട്ടുണ്ട്. അടിപൊളി സ്ഥലമല്ലേ, കാണാൻ പറ്റിയ നല്ല സെറ്റപ്പ് സ്ഥലം. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ സമയത്ത് അതുമല്ല, നമ്മളെല്ലാം ഒരുമിച്ച് വന്നു. അതന്നെ ആ ടൈം വന്നിട്ട് കുറച്ചായില്ലേ, ഒരു 3-4 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? എത്ര 5 കൊല്ലമായിട്ടുണ്ടാവും? പുതിയ വണ്ടി എടുത്തല്ലേ? അതല്ലേ? ഓക്കെ ഓക്കെ. നമ്മളൊരു ഒമിനിയായിട്ട് മുന്നേ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ഫോറസ്റ്റാണ്. അടുത്ത ഫോറസ്റ്റ് റൈഡ് തന്നെയാണ്. നല്ല ഹൈ റേഞ്ച് ഏരിയയിലെ യാത്രയാണ്. പിന്നെ അവരെന്താ തണുപ്പുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലാണ്ടിരിക്കാൻ സാധ്യമില്ല. നല്ല കയറ്റാട്ടോ. ഏറ്റവും ബെറ്റർ 4 വീൽ ഡ്രൈവാണ്. 4 വീൽ ഡ്രൈവാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാറിലാകുമ്പോൾ കുറച്ച് നല്ല ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇല്ലാന്ന് വെച്ചാൽ വണ്ടിക്ക് നല്ലൊരു പോലത്തെ അതന്നെ ഇവനെ പോലത്തെ കേട്ടോ. ഇവൻ നല്ല ഡ്രൈവറാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ടൈമിലാണ് നല്ല കയറ്റാട്ടാ. അടിപൊളി കയറ്റം. നമ്മുടെ അതിച്ചേട്ടൻ വീട്ടിൽ നിന്ന് വേക്കുന്നുണ്ട്. നാരങ്ങോട്ടായി കേട്ടാ. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തില്ല കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യും. ഇവിടെ റിസോർട്ടും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് കുറച്ച് ആദ്യം പോയിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് അന്വേഷിക്കാം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ പാർക്ക് ചെയ്യല്ലേ അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്തിരുന്ന് കേട്ടോ. ഇതാണ് നമ്മുടെ പൈതൽ മലേൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ തന്നെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിയുക്ത മേഖല എന്നുള്ള മറ്റ് കാട്ടു തീ തടയുക വനത്തെ. അപ്പോൾ നമ്മൾ ടെൻറ്റും സെറ്റപ്പിലാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ അലോഡ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കാര്യങ്ങളിപ്പോൾ? അപ്പം പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് കടത്തിവിടുക. അതായത് ബീഡി, സിഗരറ്റ്, ലൈറ്റർ, തീപ്പെട്ടി, മധു, ഫാൻസ്, ലിക്വർ പോലുള്ള മദ്യലഹരി ഒന്നും പറ്റത്തില്ല. പ്ലാസ്റ്റിക് കവറുള്ള മിഠായി, സ്നാക്സ് ഐറ്റംസുകളോ ഒന്നും ഉള്ളിലേക്ക് അഥവാ ബിസ്ക്കറ്റ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പൊളിച്ച് പേപ്പറിൽ പൊഴിഞ്ഞിട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ പാത്രത്തിലിട്ടോ അല്ലെങ്കിൽ ഇലയിൽ പൊഴിഞ്ഞിട്ടോ ഉള്ള ഭക്ഷണങ്ങൾ എന്തായാലും ടെന്റ് അലോഡല്ല. നമ്മൾക്ക് ടെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യാം. ഓക്കെ. അതുപോലെ പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ പോകാൻ പറ്റുന്ന സമയം. ഓക്കെ.
അപ്പോൾ 4 മണിക്ക് പോയാൽ 5 മണിക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. മടങ്ങിയുണ്ടല്ലോ. ഓക്കെ. പിന്നെ ഇവിടെ ടിക്കറ്റ് കാര്യം എന്താ കണ്ടോ? ടിക്കറ്റ് 30 രൂപ. 30 രൂപ ഒരാൾക്ക്. പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 40 രൂപ. 40 രൂപ. അതൊക്കെ നമ്മൾ പേ ചെയ്യും. ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ 100 രൂപ. ഓക്കെ. കുട്ടികൾക്കാണെങ്കിൽ 15 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപ ടിക്കറ്റ്. 15 രൂപ ടിക്കറ്റ് അല്ലേ? ഇപ്പോൾ എങ്ങനെ ക്ലൈമറ്റ് എങ്ങനെ? തണുപ്പ് രാവിലെ? ക്ലൈമറ്റ് ആവറേജ് രാവിലെ നല്ല തണുപ്പുള്ള സമയമാണ്. വൈകിട്ടും ഒരു 4 മണി കഴിഞ്ഞാലും തണുപ്പുള്ള സമയമാണ്. ഓരോ സമയത്ത് ആവറേജ് ഓരോ ദിവസത്തെ കാലാവസ്ഥ പോലെ. അതാണ്. മഴ മൂടലുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടുണ്ടാവും, ഉഷ്ണം ഉണ്ടാവും. അല്ലെങ്കിൽ ക്ലിയർ കാലാവസ്ഥയാണെങ്കിൽ തണുപ്പുണ്ടാവും. നല്ല തണുപ്പുണ്ടാവില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഈ മലയുടെ മുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. തലശ്ശേരി മുതൽ കാസർഗോഡ് വരെയുള്ള കടലിൻ്റെ ഭാഗങ്ങൾ, കണ്ണൂർ ടൗണ്, പയ്യാമ്പല. ഇത് ഹൈറ്റ് ഇപ്പോൾ എത്രയാണ്? 4500 അടി. 4500 അടി കേട്ടോ. നമ്മൾ 3000 ചില്ലറ പറഞ്ഞില്ല, 4500 അടി. സമുദ്രനിരപ്പിൽ 4500 അടി. 4500 ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ പ്ലാസ്റ്റിക് എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി ഒഴിവാക്കുക, എന്നിട്ട് വരും. ഓക്കെ. ബാക്കി കാര്യം നമ്മൾ ഇതൊന്നും. അപ്പോൾ അവിടുന്ന് നമ്മൾ ടിക്കറ്റും കാര്യമെല്ലാം എടുത്തിട്ടാ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ക്യാമറയുണ്ട് 40 രൂപ. പിന്നെ വെച്ചാൽ അവിടുന്ന് കർശനമായിട്ട് വെച്ചാൽ പ്ലാസ്റ്റിക് എന്നുള്ള സാധനം പറ്റില്ല കേട്ടോ. ഭയങ്കര കർശനമായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ സിഗരറ്റ്, മദ്യം, ബീഡി, ഹാൻഡ്സ്, അതുപോലുള്ള ലഹരി വസ്തുക്കളൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെക്കിങ് എന്ന് പറയുന്നത് വളരെ കർശനമായ ചെക്കിങ് ആണല്ലേ. നമ്മളെ ബാഗ് ഉൾപ്പെടെ തുറന്ന് പരിശോധിച്ചിട്ട് അവർ നമ്മളെ ഉള്ളിലേക്ക് വിടുന്നുള്ളൂ. അതുപോലെ തന്നെ ടൈമിംഗ് ഉണ്ട്. 5 മണിക്കുള്ളിൽ തിരിച്ചിറങ്ങണം. നമ്മൾ താഴെ ഇറങ്ങിയിരിക്കണം. ബൈക്ക് മോർണിംഗ് 9 മണിയല്ല, 9 മണിക്കാണ് ഉണ്ട്. 9 മണിക്ക് 5 മണി. അപ്പോൾ 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 7 മണി ചിലപ്പോൾ താഴെ എത്തുള്ളൂ. ഇവിടുന്ന് ഇത്ര 2 കിലോമീറ്ററാണ്. 3/4 മണിക്കൂർ നടത്തുകൊണ്ട് തന്നെ 2.5 കിലോമീറ്റർ മൊത്തം ദൂരം. അതെ. അപ്പോൾ അങ്ങനെ കാരണം ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വിട്ടാം. ഇനി ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ മുന്നിൽ കാണുന്ന പോലെ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ വെള്ളം അവിടെ വാട്ടർ ബോട്ടിൽ അലൗഡാണ്, പക്ഷേ തിരിച്ചു വരുമ്പോൾ അവിടെ കുപ്പി കാണിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ കയറി കുറച്ച് മുകളിലെത്തിയാലോ. ടയേർഡാണല്ലോ ഓൾറെഡി, രണ്ടാമത്തെ കയറ്റാം. അതുപോലെ കണ്ടാലോ. അപ്പോൾ തളർച്ചയുണ്ട്. സനോജ് മുകളിലിരിക്കുന്നുണ്ടോ. നമ്മൾ കുറച്ച് റെസ്റ്റ് ആക്കിയിട്ട് പോയിട്ട് അങ്ങനെ നമ്മുടെ കയറിയിട്ടുണ്ടല്ലോ. എത്തി മോനെ സ്ഥലം എന്ന് പറയാനായിട്ടില്ല. കുറച്ചും കൂടി നടന്നിട്ട് ഈ ലെവലുള്ള സ്ഥലത്തിന് കുറച്ചും കൂടി പോയിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. കണ്ട അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ കണ്ട, അവിടെ എത്തണേ. നല്ല കയറ്റാട്ടാ. ഇതെല്ലാം ഏരിയകൾ. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒന്നും കൂടി നോക്കാം. കുറച്ചും കൂടി. ഓക്കെ. സെറ്റപ്പാട്ടാ. വലിയൊരു ചൂടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. മുട്ടാൻ പറ്റാത്ത സീനറി കണ്ട. അടിപൊളി. കോടയില്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല കോടയില്ലാത്ത സ്ഥലം. ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യം. കുഴപ്പമില്ല. നമുക്ക് അവിടെ എത്തണം. ഓക്കെ. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഈ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ അതാ ഒരു പോക്കം പോകും നേരെ താഴേക്ക്. ഇതാടാ രണ്ടാൾ മുകളിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ. ഇതാടാ നല്ല അടിപൊളി സെറ്റപ്പ്. എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു 5 മണിയിലാകുമ്പോൾ വെച്ചാൽ നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ആ ടൈം നമുക്ക് കോട വരാണ്ടത്. അവിടെ നമ്മളെ ബാക്കിൽ കാണുന്ന കേട്ടോ ലൊക്കേഷൻ. കറക്റ്റ് എൻ്റെ വ്യൂ പോയിൻ്റ് അവിടെ നമ്മൾ അവിടെ ഒരു പോവാം. പിന്നെ നമ്മൾ ബാക്കിൽ കാണുന്നില്ല ഫുള്ള് ഇതാ അത്രയും വലിയ മലകൾ കേട്ടോ. പിന്നെ അത് അവിടെ കാണുന്ന ഈ ഒരു സൈഡ് കേട്ടോ, അതാണ് കർണാടക എന്ന് പറയുന്നത്. ആ ഒരു ബോർഡറും കാര്യങ്ങളുണ്ട് ആ മലേൻ്റെ കൊണ്ട് കാണും. ഗോപ്രോ ചിലപ്പോൾ സൂമിങ് ഓറായിരിക്കും. അല്ല അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അതിശേട്ടൻ്റെ ഏകദേശം സൈഡായിട്ടുണ്ടോ. ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. നേരത്തെ ഭയങ്കര വായനാണ്. ഇത് സൈഡായതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. എന്താ അതുകൊണ്ട് അറിയണ്ടേ. ഏറെക്കുറെ നല്ല അടിപൊളി കേട്ടോ. ഏതാ സ്ഥലം? അത് ദൂരെ കാണുന്നേ. നല്ല ഐഡിയ ഉണ്ട്. കാസർഗോഡ് അല്ലേ? അറിഞ്ഞിട്ട് പറഞ്ഞതല്ലേ? അറിയാം. അപ്പോൾ സനോജ് ഏകദേശം തള്ളു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വലിയ രക്ഷയുണ്ടാകും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടോ. ഒരു ഇതാ ചെറിയൊരു ബിൽഡിങ്. ഒരു വെയിലുണ്ടായിട്ട് ഒരു ചൂട് എതിരുന്നില്ലല്ലേ. നല്ല തണുപ്പ് ചൂടാകുന്നില്ല. അപ്പോൾ നമ്മളൊരു ചെറിയ പഴമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പഴം വിതരണം ചെയ്യുന്നത് സാധനം ചേട്ടാ. ഉണ്ടാപ്പോൾ പഴം അന്ന് അതുകൊണ്ട് പഴം വേണ്ടേ.
പഴം വേണ്ട, വിശക്കുന്നില്ല. നമ്മളവിടെ താഴെ നിന്ന് കഴിച്ചിട്ടില്ല വന്നത്. തൽക്കാലം കഴിച്ചിട്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. നമുക്ക് വാട്ടർ ബോട്ടിൽ അവിടെ കാണിച്ചാൽ തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം അങ്ങനെ ഒരു സെറ്റപ്പിലുള്ളത്. എന്താ ഇത്? കുറച്ച് വെള്ളം നമുക്ക് എന്തെങ്കിലും എടുക്കായിരുന്നു. അടിപൊളി കേട്ടോ. എന്തായാലും ഇവിടെ വേസ്റ്റ് ഇടേണ്ട, അതുകൊണ്ട് നമുക്ക് ഈ വേസ്റ്റ് പേപ്പർ തിരിച്ച് നാട്ടിലേക്ക് എടുക്കാം അല്ലേ. അതുകൊണ്ട് മാലിന്യ വിമുക്ത കേരളം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ശുചിയാക്കി വെക്കേണ്ടതുകൊണ്ട് പേപ്പർ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെറിയ വീഡിയോ ഇതിലെടുക്കുന്ന സമയത്ത് നമ്മളെ കൂടാളി പൂവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കറിയുന്ന സ്ഥലം അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവർ ഇവിടെ ഇങ്ങനെ സ്ഥലം കാണാൻ വന്നതാണെന്ന് പറഞ്ഞത്. എന്താ പേരെന്താണ്? സരുൺ, വിനീഷ്. അപ്പോൾ രണ്ടാൾക്കാർ. അപ്പോൾ അവർ ഫോട്ടോ ഇതെല്ലാം അയച്ചു തരണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരു തട്ടിമുട്ടി സെറ്റപ്പിലേക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവർക്ക് എന്തായാലും അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഡ്രോണിലുള്ള ഫോട്ടോത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് പരിചയപ്പെട്ടില്ല രണ്ട് ടീമിന്. അതിൻ്റെ ബാക്കി ആൾക്കാർ എന്താ പേരെന്താണ്? സാഗർ, പ്രജീഷ്, കൂടാളി തന്നെ അല്ലേ? കൂടാളില്ലേ? അപ്പോൾ ആ ടീമിൽ പെട്ടേനെ. അപ്പോൾ ഓക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി നടന്നു വരാൻ പറ്റുന്ന കുറേ ആൾക്കാർക്ക് അട്ട ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവില്ല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെന്ന് വെച്ചാൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമൊരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മൾ കണ്ണൂർ ജില്ല തന്നെ ഏകദേശം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റും. അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. ആരും വരാത്തൊരു ചോര കിട്ടാത്തോണ്ട് അട്ട വംശനാശം സംഭവിച്ചു അറിയില്ല. അതെ, ഇപ്പം വന്ന വഴിക്കൊന്നും ഒന്നിനും കണ്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് വീണ്ടും കാട്ടിനുള്ളിലേക്ക് കയറാൻ കേട്ടോ. നമ്മൾ മറ്റേ കോർഫക്കാനല്ല, ജബൽ ജെയ്സിൻ്റെ ഒരു മൗണ്ടനും കയറിയില്ലേ? അതൊന്നൊന്നുമല്ല കേട്ടോ, അതിലും വലുതായത്. ഇത് കാണുമ്പോൾ ഇങ്ങനെ നിസ്സാരമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങുമോ? വൈകിരിക്കാം. ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്ന് കയറിയ പോലെ തന്നെ ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ നിലവിൽ താഴെ എത്തി കേട്ടോ. താഴെ നമ്മൾ ഫസ്റ്റ് കയറിയ സ്ഥലത്തെത്തിയിരുന്നു. പിന്നെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച കൊണ്ട്. ഇപ്പം പിന്നെ കൊറോണ ഇതെല്ലാം കുറച്ച് വിട്ടുമാറിയോണ്ട് കുറച്ച് ആൾക്കാരായി എന്നാണ് പറയാനുള്ളത് ശരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈക്ക് റൈഡേഴ്സ് കേട്ടോ ഫുള്ളായിട്ട്. കുറേ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈതൽ മല എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിസോർട്ടും കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ ഇതിലാണ് ഉള്ളത്. പൈതൽ റിസോർട്ട് എന്നതിൻ്റെ പേരിട്ടാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു കുന്ന് പോലെ ഉണ്ടായത്. അത് കയറി നമ്മളിങ്ങോട്ട് മുകളിലെത്തി. അപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ റിസപ്ഷൻ താഴെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഇങ്ങനെ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ. പിന്നെ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് താഴെ. നിങ്ങൾ താഴെ കുടിയാമല ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കുറേ ബോർഡ് കാണാം ഹോം സ്റ്റേ എന്നിട്ട്. അപ്പോൾ അതും അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെയുള്ള റേറ്റും കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാം. റിസപ്ഷൻ താഴെ ജസ്റ്റ് നമ്മൾ പോയി നോക്കട്ടെ. ഇവിടെ ഒരു പൂളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം വെള്ളമൊന്നും കണ്ടില്ല. മുന്നിലൊരു പൂളെല്ലാം കാണുന്നുണ്ട്. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. സെറ്റപ്പെല്ലാം കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. കൊറോണയെല്ലാം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ആകാനുള്ള സാധ്യത. ബാക്കി നമ്മൾ താഴെ പോയിട്ട് റിസപ്ഷനിൽ ചോദിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഒരു റിസോർട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസപ്ഷനിൽ ഒന്ന് വീഡിയോ എന്താ പേരെന്നായിരുന്നു? ചന്ദ്രൻ എന്ന പേരല്ലേ? ഇവിടെ തന്നെ അല്ലേ നാട്ടിൽ? അല്ല, ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ ഇത് എന്തിൻ്റെ കീഴിലുള്ളൂ? ഇപ്പോൾ സർക്കാർ DTPCൻ്റെ കീഴിലുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ റൂം കാര്യങ്ങൾ എങ്ങനെ റെൻറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ വരുന്നുണ്ടെങ്കിൽ? റൂം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2000 മുതൽ 3000 2000 ആ ഒരു ലെവലിലുള്ളത്. എങ്ങനെ റൂം എങ്ങനെ നല്ല റൂമും കാര്യങ്ങളും? റൂമൊക്കെ ഡബിൾ റൂംസ് 24 hours അല്ലേ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ 12 noon ചെക്കൗട്ട്. 12 noon ചെക്കൗട്ട്. ഓക്കെ. അപ്പോൾ 2000 സോറി 2000 3000. ഓക്കെ. പിന്നെ അപ്പോൾ ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നമ്മുടെ ഇതുണ്ട്, നമ്പറും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പൈതൽ മലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫുഡ് കുറച്ച് നേരത്തെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പ്രിപ്പയർ ചെയ്യുള്ളൂ. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. ഓക്കെ. നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂൾ ഇപ്പം നമ്മുടെ പഞ്ചായത്ത് പറഞ്ഞുള്ള ഇപ്പോൾ ഈ കൊറോണ കാരണം അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, സ്വിമ്മിംഗ് പൂൾ ഞാൻ കണ്ടുപോളൂ. ഞാൻ മുകളിൽ പോയി, അത് ഞാൻ റിസപ്ഷൻ കണ്ടില്ല.
അപ്പോൾ ഞങ്ങൾ നേരെ മുകളിൽ പോയി അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെയാണ് റിസപ്ഷൻ തിരിച്ചിങ്ങോട്ട് വന്നത്. അത് കാരണം ഇപ്പം അത് ക്ലോസ് ഒന്നുള്ളൂ. അതെ അല്ലേ, ഈ പെർമിഷൻ കിട്ടുന്നവരെ അത് അങ്ങനെ തന്നെ. പെർമിഷൻ കൊറോണേൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും. കൊറോണയുടേതായിട്ടുള്ള കുറവുണ്ട് ശരിക്കും. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്പർ എങ്ങനെയായിരുന്നു? നമ്പർ ഓക്കെ ഓക്കെ പിന്നെ തന്നാൽ മതിയില്ലേ? തന്നാൽ മതി. അപ്പോൾ നമ്പർ തന്നിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഡീറ്റെയിൽ അന്വേഷിച്ചാൽ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് താമസിക്കേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതെ, ബുക്കിംഗ് ഉണ്ടെങ്കിൽ ബുക്കിംഗ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കട്ടോ. ശരി ശരി. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ നിന്ന് നമ്പർ വാങ്ങി താഴെ എത്തിയിട്ടാ. പൈതൽ റിസോർട്ട് കേട്ടോ, പൈതൽ മല, കുടിയാമല കഴിഞ്ഞിട്ട് പൈതൽ മലയാണ്. നിങ്ങൾക്ക് വേണ്ടിക്ക് മുൻകൂട്ടി ഞാനൊരു നമ്പർ തരാം. അപ്പോൾ അത് വേണ്ടിക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വരുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ സാറ്റർഡേ ആണ് ശരിക്കും നല്ല തിരക്കെന്ന് പറയുന്നത്. ബുക്കിംഗ് ഇന്ന് റൂമില്ല ശരിക്കും ഇവിടെ, സൺഡേ ആണ്. പക്ഷെ ഇന്നലെ ബുക്ക് ചെയ്തിട്ട് ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഫോൺ നമ്പർ 9594000994 ആണ്. അത് 8594000994. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം. വിളിച്ച ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ട്. അത് കാണാനുള്ളത് നല്ല അടിപൊളി. അതായത് ശരിക്കും നേരിട്ട് വന്നിട്ട് കണ്ടിട്ടല്ലേ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യണം. അത് നമ്മൾ പറഞ്ഞ് തരുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ നമ്മളെ ക്യാമറക്ക് ഒരു പരിധിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത് കാണുമ്പോൾ കണ്ണൂർ പൈതൽ മലയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുക. പിന്നെ കുറച്ച് കുന്നിലും കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സെറ്റപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, വലിയ ചൂടൊന്നുമില്ല. പിന്നെ വെള്ളം കരുതിക്കോട്ടോ, അതൊരു മിസ്റ്റേക്ക് പറ്റി. അത്യാവശ്യം അതെ. അപ്പോൾ ഓക്കെ, ഇനിയും പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും, നല്ലൊരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അത് സാധനം നമ്മൾ സൈഡായിട്ട് എന്താ പറയുക, എല്ലാവരോടും എന്താ പറയാനുള്ള, വീണ്ടും കാണാം. സൈഡായിട്ടൊന്നുമില്ല, പവർ തന്നെ കേട്ടോ. എല്ലാവരും ചാടിച്ചാടിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചാടിച്ചാടും, നല്ല സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ.